ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അന്നൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കുക്കറിലാണ് നമ്മൾ ഇന്നത്തെ ബീഫ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ. അത്രയും ഈസിയാണ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കൂട്ടുകാരാണെങ്കിൽ പോലും, ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ അളവിലാണ് നിങ്ങൾക്കിന്ന് ചെയ്ത് കാണിക്കുന്നത്. 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോ ബീഫിൻ്റെ അളവാണ് വേണ്ടതെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ളതെല്ലാം തന്നെ അതേ അളവ് കൂടുതലായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫ് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇവിടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മസാല തയ്യാറാക്കണം. നമുക്കതിനായിട്ട് ഇതൊന്ന് നീക്കി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു 7-8 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് എണ്ണം കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ അല്ലിയൊക്കെ ആകുമ്പോൾ ഒരു 7-8 ചേർത്താൽ മതി. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമുക്കിനി വേണ്ടത് ഒരു 2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവോളയാണ്. ഒരു സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളത് തന്നെയാണ്. ഇനി നമുക്കൊരു മീഡിയം സൈസുള്ള നല്ല പഴുത്ത തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നേരിട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു എരിവിനായിട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഒട്ടും തന്നെ അരഞ്ഞു പോവാതെ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. നമ്മളിതിൽ സവോളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളല്ലോ ആ ഒരു കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. നമ്മളിപ്പം ചേർത്തിട്ടുള്ളതെല്ലാം പച്ചയോട് ചതച്ചെടുത്തതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് എണ്ണ കുറവുണ്ടെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വിടുകയാണ്. ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ ഡ്രൈ ആണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. നന്നായിട്ട് ഇളക്കി മൊത്തത്തിലൊന്ന് ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനൊന്ന് പറയാം. നമുക്കിപ്പം ഒരു ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കി ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കിയെടുക്കണം. ആ ബീഫ് എല്ലാം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് പെരണ്ട് വരണേ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ മിക്സിയുടെ ജാറ് കഴുകിയാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെയൊക്കെ വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താലും മതിയാവും.
നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെള്ളവും കൂടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിനി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത്. അതിനുശേഷം തീ അല്പം ഒന്ന് കുറച്ച് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കും. അതിനുശേഷം നമ്മൾ തീ അണച്ചിടും. അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് തുറന്നെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മളെടുത്തിരിക്കുന്ന കുക്കറിൻ്റെ വലുപ്പവും നമ്മുടെ കയ്യിലിരിക്കുന്ന ബീഫിൻ്റെ ഒക്കെ വേവ് അനുസരിച്ചിട്ട് എന്തായാലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങളത് നന്നായി വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിവിടെ കിടന്ന് വേവട്ടെ. അതിനുശേഷം തീ ഓഫാക്കിയിട്ട് ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ട് വേണം തുറന്നെടുക്കാനായിട്ടേ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ ഓഫാക്കിയിട്ട് കുറച്ച് നേരമായി. അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് വെന്ത് അത്യാവശ്യം ഗ്രേവിയൊക്കെയുള്ള പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ പെട്ടെന്ന് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. വീട്ടിൽ ചെയ്യുമ്പോൾ ഈ കുക്കറിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല കുറുകിയ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ആ ഒരു ഫ്ലേവർ ഒന്ന് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമുക്ക് അവസാനം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ആ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു കുറച്ച് സമയം വെച്ചൊരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഇളക്കി സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴാ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മുടെ ബീഫ് കറി നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇനി ഇതിലൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് ബീഫ് കറി വെച്ച് അതിൻ്റെ ബാക്കിയൊക്കെ ഉച്ചയ്ക്ക് വെച്ച് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ആ ഗ്രേവിയൊക്കെ വറ്റിച്ച് നല്ല പെരണ്ടിരിക്കുന്ന പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ, പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയും കൂടി നിങ്ങൾ അറിയാത്ത കൂട്ടുകാർക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളെടുത്ത് ബാലൻസ് വരുന്നത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സമയത്ത് പാനിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ വേറെ മസാലകളോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ പെരണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അതും നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബീഫ് കറിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണേ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾ ഈസി എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രദ്ധിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചാനലിന് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്